എന്നെ സഹായിക്കാൻ ഒരു ദൈവവും വന്നില്ല. എന്നെ സഹായിക്കാൻ വന്ന എൻ്റെ സ്വാമി മാത്രമേ ഉള്ളൂ, എൻ്റെ ഗുരു മാത്രമേ ഉള്ളൂ. ബാക്കി എന്തും മറക്കാം നമുക്ക്. നമ്മൾ മരിച്ച കാര്യം മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വന്നിട്ട് എന്നെ ഇങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുവരികയാണ്. തിരിച്ച് ഞാൻ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് സ്വാമിയുടെ നെഞ്ചിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു റൂമാണ്. ഈ അന്തരീക്ഷത്തിൽ പത്മാസനത്തിൽ ഇരിക്കുകയാണ്. നമുക്ക് അങ്ങനെ ഒരു രൂപം പറയാന്ന് പറഞ്ഞാൽ നമ്മളൊരു അഗ്നി ജ്വലിപ്പിക്കുകയാണ്. അഗ്നി ഇങ്ങനെ ജ്വലിച്ച് വരുന്ന സമയത്ത് അഗ്നിക്ക് എന്ത് കളറുണ്ട്? നമുക്ക് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ വായു, അതായത് ജീവൻ, അതിനെ പുറത്തേക്ക് വിട്ടിട്ട് തിരിച്ച് നമുക്ക് എടുക്കാതെ വരുമ്പോഴാണ് അതിനെയാണ് മരണം. അതാണ് അതിനെയാണ് നമ്മൾ പറയുന്നത് സത്ത് പോയി. എന്താണ് പോണ? സത്ത്. അകത്തിരിക്കുന്ന സത്താണ് ജീവൻ. ഈ സത്ത് പുറത്തു പോയി, പിന്നീട് അത് ചത്തുപോയി. അതാണ് പറഞ്ഞ് ചത്തുപോയി എന്നാക്കിയത്. ഈ സത്ത് പുറത്തു പോയാൽ പിന്നെ ഇത് കൊത്താവും. സത്തില്ല. പിന്നെ ഈ ശരീരം ജയനാരായൺജി എപ്പോഴെടുക്കും എന്നൊന്നും ആരും ചോദിക്കില്ല. ഈ ബോഡി എപ്പോഴെടുക്കും എന്ന് ചോദിക്കുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇതിനകത്തിരിക്കുന്ന ആത്മാവിന്റെ കളിയാണ്. അപ്പോൾ ഈ ശരീരത്തിൽ ഇതിനെ കൊണ്ടുപോയി ഈ ജീവൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മരിക്കുന്ന സമയത്ത് നമ്മളെ പിടിച്ചോണ്ട് പോകും. ഇനി ആരില്ലെന്ന് പറഞ്ഞാലും നമ്മളെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. എന്നെ 7 വയസ്സായ കൊച്ചുകുട്ടിയെ പിടിച്ചോണ്ട് പോയി. അപ്പൊ പിന്നെ വലിയവനെ പിടിച്ചോണ്ട് പോകും. ഇപ്പോഴും ഓർമ്മയിൽ കിടക്കുക. പിന്നെ അങ്ങനെ മരിച്ച കാര്യം മറക്കാൻ പറ്റുമോ? ബാക്കി എന്തും മറക്കാം നമുക്ക്. നമ്മൾ മരിച്ച കാര്യം മറക്കാൻ പറ്റില്ലല്ലോ. ഈ വലിച്ചു പോകുന്ന സമയത്ത് വലിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് സ്വാമി ഒരു പ്രകാശപൂരിതമായി, അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു പ്രകാശപൂരിതമായി കയ്യിൽ ആയുധം ഇരിക്കുകയാണ്. എന്ത് ആയുധം എന്നൊന്നും എനിക്ക് അന്നത്തെ ഒരു ആയുധങ്ങളെ കുറിച്ചും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ വന്നിട്ട് എന്നെ ഇങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുവരികയാണ്. തിരിച്ച് ഞാൻ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് സ്വാമിയുടെ നെഞ്ചിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. എന്നെ ഏതെങ്കിലും ഗുഹയ്ക്കുള്ളിലൂടെ പോയായിരുന്നോ? ഈ കൊണ്ടുപോയ സമയത്ത് അത്രയും ദൂരമൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. വഴി വെച്ച് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. തിരിച്ച് എന്നെ പിടിച്ച് നേരെ കൊണ്ടുവന്നു. ഞാൻ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് സ്വാമി പല പ്രാവശ്യം പറയും, എൻ്റെ നെഞ്ചിൽ ഞാൻ ആരെയും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടില്ല, പിള്ളേ മാത്രമേ ചേർത്ത് വെച്ചിട്ടുള്ളൂ. പിള്ളേന്ന് ഞാൻ ചോദിക്കാൻ കാരണം അലക്സാണ്ടർ ജേക്കബ് സാറുടെ ഇന്റർവ്യൂല് ഇങ്ങനെ ആത്മാവ് യാത്ര പോയിട്ട് തിരിച്ചു വന്നൊരു കഥ പറയുന്നുണ്ട്. അല്ല, അത് ഒരുപാട് സഞ്ചരിച്ചിട്ട് ആളൊക്കെ തിരിച്ചു വന്നേ. അല്ല, അത് പറയുന്ന ഇതാണ്. പിന്നെ ഡോക്ടറായിരുന്നു. ഡോക്ടർ മരണം ഉറപ്പിച്ചു. ആത്മാവ് പോയി. അദ്ദേഹത്തിന് വീണ്ടും ജന്മം കിട്ടിയപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതാണ് കണ്ടത്. ആയിരിക്കാം. ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് കയറിയ സമയത്ത് തന്നെ തിരിച്ചു വിളിക്കപ്പെട്ടു, തിരിച്ചു വന്നു. അതെ, ഈ ഗുഹയ്ക്കകത്ത് മാത്രമല്ല സാർ, അത് നേരെ ആത്മലോകത്തേക്ക് പോവുകയാണ്. ഈ ആത്മലോകത്തേക്കൊന്നും പോയില്ല. നമ്മളെ വഴിയിൽ വെച്ച് ഇത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ള ആളുള്ളതുകൊണ്ട് എന്നെ തൂക്കിക്കൊണ്ട് വന്നു. ഈ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ച് വന്ന ശേഷം അന്ന് ഞാൻ കണ്ട രൂപം, അപ്പോൾ എനിക്ക് എൻ്റെ അമ്മ ഒരുപാട് ദൈവങ്ങളെ പ്രാർത്ഥിച്ചു. ഒരുപാട് അമ്പലത്തിൽ ഞാൻ മരിക്കാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് പൂജാതി കർമ്മങ്ങൾ ചെയ്തു. കാലം കൊണ്ടുപോയപ്പോൾ ഒരു ദൈവങ്ങളും വന്നില്ല. എന്നെ സഹായിക്കാൻ ഒരു ദൈവവും വന്നില്ല. എന്നെ സഹായിക്കാൻ വന്ന എൻ്റെ സ്വാമി മാത്രമേ ഉള്ളൂ, എൻ്റെ ഗുരു മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ കാണപ്പെട്ട ദൈവത്തെ ആരാധിക്കണോ ഈ കാണാത്ത ദൈവത്തെ ആരാധിക്കണോ എന്ന് അന്ന് എൻ്റെ മനസ്സിൽ ഞാൻ കൊച്ചിലോട്ട് തീരുമാനിച്ചു. അതിനുശേഷം ഞാൻ അമ്പലങ്ങളിലൊക്കെ പോയാലും ഞാൻ അവിടെ ചെന്ന് സ്വാമിയാണ് തൊഴുന്നത്. ഞാൻ ഏത് അമ്പലത്തിൽ പോയാലും ഹിമാലയത്തിൽ 12 പ്രാവശ്യം പോയി. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹം ഒരു അവധൂത സ്വാമിയായിരുന്നു. അവധൂത സ്വാമിയാണ്. അതെ, അവധൂതൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ നാട്ടിലുള്ള സന്യാസി വര്യന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ടേ ഉള്ളൂ. അദ്ദേഹം ഒരിടത്തും പോയിട്ടില്ല. അദ്ദേഹം ഒരു സദസ്സിൽ പ്രസംഗിച്ചിട്ടില്ല, ഒരു സദസ്സിൽ ഇരുന്നിട്ടില്ല, ഒരു വേദിയിൽ പോകാറില്ല, ഫോണിൽ സംസാരിച്ചിട്ടില്ല ജീവിതത്തിൽ. പിന്നെ എങ്ങനെയാണ് ഇത്ര വലിയൊരു ശിഷ്യപരമ്പര ഉണ്ടായി വന്നത്? ശിഷ്യപരമ്പര ഓരോ പേരെ അറിഞ്ഞ് അവിടെ വന്ന് അവർക്കുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് അവരവിടെ മാറുകയാണ് ചെയ്തത്. ഈ ഇന്ന് ആശ്രമത്തിൽ വന്നിരിക്കുന്ന ഇന്നിപ്പോൾ 1,00,000 പേരുണ്ടെങ്കിൽ ഈ 1,00,000 പേരെ എടുത്താലും 1,00,000 പേരും അനുഭവസ്ഥരായിരിക്കും. ഇപ്പോൾ ഭഗവാന്റെ തിരുനാൾ ഉത്സവത്തിനാവട്ടെ, സമാധി ദിനത്തിലാവട്ടെ, ആയിരക്കണക്കിനാണ് പങ്കെടുത്തത്. ഈ പങ്കെടുത്തവരെല്ലാം വിചാരിച്ച എല്ലാ പേരും അനുഭവസ്ഥരാണ്. അവർക്കെല്ലാം ഒന്നിലധികം കഥകൾ പറയാൻ കാണും. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ പറ്റി പറഞ്ഞു, നിങ്ങളുടെയൊക്കെ ഗുരുവാണ് ചിന്താലയ സ്വാമി. അപ്പം ചിന്താലയ സ്വാമിക്കൊരു ഉത്തമ ശിഷ്യൻ അല്ലെങ്കിൽ ഒരു മുഖ്യ ശിഷ്യൻ അങ്ങനെ ഒരാളുണ്ടോ അദ്ദേഹം എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുള്ള? ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങളെ ആശ്രമം ട്രസ്റ്റാക്കി മാറ്റിയത്. കാരണം എല്ലാ ആശ്രമങ്ങളിലും
ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ള ആളുകളെ നിങ്ങൾ ആരെ വേണോ എടുത്തോളുക. കാരണം ആ വഴിയിൽ ഒരുപാട് സഞ്ചരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങൾ അതിൽ ഒരുപാട് ആചാര്യന്മാരെയും ബാക്കിയുള്ളവരും സഞ്ചരിക്കുന്നവരെ ഒരാളിനെ പോലെ അവരുടെ ദൗത്യമായിട്ട് വരുന്ന അവർ മാത്രമേ ഉള്ളൂ. അവരുടെ ദൗത്യമായിട്ട് വരുന്ന അവർ മാത്രമേ. ക്രിസ്തുദേവന് സമമായിട്ട് ക്രിസ്തുദേവനല്ലാതെ ആരും വന്നു. അദ്ദേഹം മറ്റുള്ളവരൊക്കെ എൻ്റെ വഴി വരാൻ പറഞ്ഞു. ആര് പോയി? ആർക്കും പോകാൻ സാധ്യമല്ല. എല്ലാ ഗുരുക്കന്മാർക്കും അവരെ വഴി സഞ്ചരിക്കും. കൃഷ്ണൻ വന്നു, കൃഷ്ണന്റെ വഴിയിൽ വരാൻ പറഞ്ഞ് കൃഷ്ണന്റെ വഴിയിൽ കൂടി പോയി ആരെങ്കിലും കൃഷ്ണനായിട്ടുണ്ടാ? ഇല്ല. രാമന്റെ വഴി സഞ്ചരിച്ച് ആരെങ്കിലും രാമനായിട്ടുണ്ടാ? അവർക്ക് മാത്രമേ അവരെ ദൗത്യം നിറവേറ്റാൻ പറ്റിയിട്ടുള്ളൂ. അതുപോലെ ഇപ്പം വിവേകാനന്ദ സ്വാമി വന്നു, ചട്ടമ്പി സ്വാമി വന്നു, ഗുരുദേവൻ വന്നു. എവരെ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു എന്നൊക്കെ പറയാമെന്നുള്ളതിലുപരി അവർക്ക് സമം അവർ മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കിയവർ പിന്നീട് ഓരോ സ്വാമിമാരെന്നും പറഞ്ഞ് നിൽക്കുന്നവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ പിന്നെ അധികാരമോഹമാവും, തമ്മിലടിയാവും. അങ്ങനെയാണ് മഹാ വ്യക്തിത്വങ്ങളായിട്ടുള്ള മഹാസന്യാസി വര്യന്മാർ ഇതുപോലെയുള്ള യോഗി വര്യന്മാരെ പേരുകൾ ചീത്തയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ഭഗവാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇങ്ങനെ ഒരു സന്യാസ പരമ്പര അവിടെ ഇല്ല. ഞങ്ങളെ ആശ്രമം ശരിക്കും കുടുംബസ്ഥന്മാരുടെ ആശ്രമമാണ്. സന്യാസി പരമ്പരയില്ല. ഞങ്ങളെ ആശ്രമം ശരിക്കും ട്രസ്റ്റിൻ്റെ കീഴിലാക്കി. ട്രസ്റ്റാണ് നടത്തിക്കൊണ്ടിരുന്നത്. ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ മാറി വന്നുകൊണ്ടേയിരിക്കും. അതിലാകെ ആരുമില്ല നാളെ ഞാൻ ട്രസ്റ്റി, എൻ്റെ മകൻ ട്രസ്റ്റി, അങ്ങനെയൊന്നും വരില്ല. ഈ ട്രസ്റ്റിയായി വന്നിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് പിന്നെ ട്രസ്റ്റിയെ വരില്ല. അപ്പം പിന്നെ കുടുംബ വാഴ്ച അവിടെ വലുതാകത്തില്ല. ഇതൊക്കെ കണ്ട ത്രികാലജ്ഞാനിയാണ് ഭഗവാൻ. അതെല്ലാം പേപ്പറിലാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഞങ്ങളെ ബയലോയിൽ ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പം ജയനാരായണജി ആശ്രമ ട്രസ്റ്റിയാണ്. നാളെ ഞാൻ മരിച്ചതുകൊണ്ട് എൻ്റെ മക്കളോ എൻ്റെ പരമ്പരയോ ആർക്കും ആശ്രമത്തിൽ പോയി തൊഴുതിട്ട് വരാം. അടുത്ത അധികാര സ്ഥാനത്തേക്ക് വരാൻ പറ്റില്ല. കാരണം ഇതിപ്പോൾ എല്ലായിടത്തും സംഭവിക്കുന്നത് എന്താണ്? അധികാരത്തിന് വേണ്ടി ട്രസ്റ്റി കുടുംബം ഇന്ന ഒരു ട്രസ്റ്റി ആയിരുന്നു, എൻ്റെ മക്കൾ പരമ്പരകൾ അടുത്ത ആള്, അങ്ങനെയൊന്നുമല്ല ഞങ്ങളെ ആശ്രമം. സ്വാമി വച്ചിട്ട് ഈ ഭഗവാന്റെ ഈ രൂപത്തിൽ ഞാൻ കണ്ടു. അതിനുശേഷം ഞാൻ ഒരു പ്രാവശ്യം കൂടി സ്വാമിയെ ഇതേപോലെ രൂപത്തിൽ കണ്ടു. എപ്പോഴെന്ന് വെച്ചാൽ എനിക്കൊരു 14 വയസ്സ് പ്രായമുള്ള സമയത്ത് സ്വാമി ഗുരുപ്രാർത്ഥനയ്ക്ക് കയറി. ചെറിയ റൂമിലാണ് ഇരിക്കുന്നത്. പണി ചെയ്യുന്നതിൻ്റെ അടുത്ത് ഒരു ചെറിയ റൂം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഒരു 100 സ്ക്വയർ ഫീറ്റിനകത്ത് വരും. ഒരു 100 സ്ക്വയർ ഫീറ്റിനകത്താണ് പണി ചെയ്യുന്ന സ്ഥലവും അദ്ദേഹത്തിന് ഈ ഗുരുപ്രാർത്ഥന ചെയ്യാനുള്ള സ്ഥലവും കൂടി 100 സ്ക്വയർ ഫീറ്റ്. എത്ര വരുമെന്ന് അറിഞ്ഞാൽ അപ്പോൾ ഇതിനകത്തിരുന്നാണ് പണി. അദ്ദേഹം പറഞ്ഞാൽ അത് മതി. ഒരാളിന് കിടക്കാൻ വേണ്ടി 6 അടി നീളം കിടക്കുന്നത്. അത് ഈ പണി ചെയ്യുന്ന സ്ഥലത്താണ് കിടക്കണേ. അവിടെയാണ് ഞാനും കിടന്നത്. കൊച്ചിലെ ആ ചാക്ക് വിരിച്ച് ചാണാൻ വഴിയ സ്ഥലത്ത് കിടന്ന് വളർന്നതാണ്. അങ്ങ് മാത്രമേ ഉള്ളൂ അന്തേവാസിയായിട്ട് കുറെ പേര് കിടപ്പുണ്ടെങ്കിലും ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയാണ് കിടക്കുന്നത്. അവിടെ കുഞ്ഞാണല്ലോ, ഭഗവാന്റെ അടുത്ത് കൊച്ചുകുട്ടി ആയതുകൊണ്ട് അവിടെയാണ് കിടന്നത്. അപ്പോൾ ഈ 14 വയസ്സുള്ളപ്പോൾ സ്വാമി ഒരു ദിവസം ഗുരുപ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിയില്ല. അപ്പോൾ അന്നത്തെ അവിടുത്തെ സെക്രട്ടറിയും ബാക്കിയുള്ളവരും ഒക്കെ നാമം പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സ്വാമി ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നോക്കാർക്ക് ധൈര്യമില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒന്ന് നമുക്ക് നോക്കാം. എനിക്കും ധൈര്യമില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ഈ കതവ് പതുക്കെ ഇങ്ങനെ തുറന്ന് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു റൂമാണ്. ഈ അന്തരീക്ഷത്തിൽ പത്മാസനത്തിൽ ഇരിക്കുകയാണ്. തിരിച്ച് ഇങ്ങനെ ആ പ്രപഞ്ചത്തിൽ തറയിലല്ല ഇരിക്കുന്നത്, പ്രപഞ്ചത്തിൽ ഈ അന്തരീക്ഷത്തിൽ ഇരിക്കുകയാണ്. ഈ സ്ഥലത്ത് ഞാൻ നേരത്തെ കണ്ട രൂപം എവിടെ ഞാൻ മരിച്ചപ്പോൾ എന്നെ കൊണ്ടുപോയപ്പോൾ പിടിച്ചോണ്ട് വന്ന രൂപത്തിൽ ഇരിക്കുകയാണ്. നമുക്ക് അങ്ങനെ ഒരു രൂപം പറയാന്ന് പറഞ്ഞാൽ നമ്മളൊരു അഗ്നി ജ്വലിപ്പിക്കുകയാണ്. അഗ്നി ഇങ്ങനെ ജ്വലിച്ച് വരുന്ന സമയത്ത് അഗ്നിക്ക് എന്ത് കളറുണ്ട്? അഗ്നിയുടെ കളർ എന്താണ്? നമുക്ക് ചുവപ്പാണോ ചുവപ്പല്ല, നീലയാണോ നീലയല്ല, റെഡാണോ റെഡല്ല. ആ തീ ജ്വാല, ആ ജ്വാലയായി പ്രകാശമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കണ്ട രൂപം ഒന്നും ഞാൻ ഈ കണ്ടിട്ടുള്ള പടത്തിൽ കണ്ടിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ പടമല്ല. എങ്കിൽ പറയാം ഭഗവാൻ ഗണപതിയാണ്, ഭഗവാൻ മറ്റേ മുരുകനാണ്, അല്ലെങ്കിൽ ശിവനാണ് എന്ന് പറഞ്ഞ് പെടാമായിരുന്നു. ഈ ഒരു രൂപത്തിൽ ഞാൻ കണ്ടില്ല. ഞാനിത് കണ്ടതുകൊണ്ട് എനിക്ക് മറ്റൊരു രൂപത്തിൽ കണ്ട ദൈവത്തിനെ അല്ലാതെ വേറൊരു ദൈവത്തിനെ ആരാധിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഇത് കഴിഞ്ഞു. പിന്നെ എനിക്ക് അവിടെ നിൽക്കുന്ന സമയത്ത് ഉണ്ടായ അനുഭവങ്ങളെന്ന് പറയുന്നത്
ഒരിക്കലും നമുക്ക് ഒരാളുടെ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത അനുഭവങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിനോടൊപ്പം നടത്തിയ യാത്രകൾ ഒക്കെ അങ്ങനോട് പറഞ്ഞിട്ടുണ്ട്. മൂകാംബികയിൽ ശങ്കരാചാര്യ പീഠത്തേക്ക് പുലിയെ കണ്ട കഥയൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. ഞാൻ ചോദിക്കുന്നത് 2021 വരെ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഈ കറണ്ട് അഫയേഴ്സ് ഒക്കെ സംസാരിക്കുമായിരുന്നു, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ, എന്ത് കാര്യവും. ഇപ്പം ഉദാഹരണം, ഒരു ദിവസം ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ ഞങ്ങളെ ആശ്രമത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഉയരെ കൂടി വട്ട വെട്ടി പറിക്കാൻ കള്ളിക്കാട് വെച്ച്. അപ്പോൾ കള്ളിക്കാട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് പുള്ളി പറഞ്ഞു, യോ ഒരു പ്ലെയിൻ അപകടം വരാൻ പോവുകയാണല്ലോ, ഒരു കാരണവശാലും അത് തടയാൻ സാധ്യമല്ല, സംഭവിച്ചേ തീരുള്ളൂ. എന്നാണ് വലിയ അപകടം, ഒരു പ്ലെയിൻ അപകടം സംഭവിക്കുകയാണ് പിറ്റേന്ന് രാവിലെ. ഇത് തലേദിവസം പറയാണ്. ഇങ്ങനെ എന്ത് സംഭവിക്കാം, പ്രപഞ്ചത്തിൽ എവിടെ എന്ത് സംഭവിക്കാൻ പോണോ ഇദ്ദേഹം തൊട്ട് മുമ്പ് നമ്മളുടെ പറയും. മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ പ്രാർത്ഥിക്കാൻ പറയും. കാരണം ആരെങ്കിലും ജീവൻ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അദ്ദേഹം ഈ പ്രപഞ്ചമായിട്ട് ലയിച്ചിരിക്കുന്നത് കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ഏത് കോണിൽ സംഭവിക്കാൻ പോണ കാര്യവും അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.